ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാനിയേൽ ആദരണീയനായ ദൈവഭക്തനായിരുന്നു. യെരുശലേമിന്റെ പതനത്തിനു ശേഷം ബാബിലോണിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സത്യദൈവ ആരാധനയ്ക്കും വിശുദ്ധ ജീവിതത്തിനുമൊന്നും സൗകര്യമില്ലാതിരുന്ന പുതിയ സംസ്കാരത്തിലും ദൈവഭക്തനായ ദാനിയേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ ഗവൺമെന്റിൽ അദ്ദേഹം വളരെ ഉന്നതനായ ഉദ്യോഗസ്ഥനായി. അവിശ്വാസികൾക്കിടയിൽ കഠിന പ്രതിസന്ധികളിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കുമുള്ള സാക്ഷ്യമാണ് ദാനിയേലിന്റെ ജീവിതം. ബാബിലോൺ പ്രവാസത്തിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ദാനിയേലിന്റെ സമർപ്പിത വിശ്വാസ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ അനേകം ആത്മീയ പാഠങ്ങളുണ്ട്. ഒന്ന്, അവിശ്വാസികളുടെ ഭീഷണിയിലായിരിക്കുന്ന സാഹചര്യങ്ങളിലും വിശ്വാസിക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചു വളരാൻ സാധിക്കും. അതിന് ദാനിയേലിനെ സഹായിച്ച ചില വ്യക്തിഗുണങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദാനിയേൽ 6-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവനിൽ അവർ കണ്ടില്ല. ജീവിത സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നാലും ശത്രുക്കളും ദുരാരോപണങ്ങളും എത്ര ശക്തമായിരുന്നാലും നിയോഗങ്ങളിൽ വിശ്വസ്തരും സമർപ്പിതരും സത്യസന്ധരുമായ ദൈവമക്കളെ തകർക്കാനും പ്രതിരോധിക്കാനും ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല. ദൈവം അനുകൂലമാണെങ്കിൽ ആർക്കാണ് പ്രതികൂലമാകുവാൻ കഴിയുക? 2, ദൈവവിശ്വാസത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നവർക്ക് തീർച്ചയായും ശത്രുക്കളുണ്ടാകും. ദാനിയേൽ 6-ാം അധ്യായം 13-ാം വാക്യം. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കുന്നില്ല. ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് പറഞ്ഞു. വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ തിന്മയുമായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാതെ തിരുവചനത്തിലും ദൈവത്തിന്റെ കരുതലിലും ഉറച്ചു നിന്നാൽ പരീക്ഷണത്തിന്റെ അഗ്നിച്ചൂളയിലും സിംഹക്കുഴിയിലും കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മുടെ കർത്താവ് അറിയാതെ, അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. 3, നിഷ്കളങ്ക ദൈവഭക്തർക്കെതിരെ ശത്രുക്കൾ ഒരുക്കുന്ന കെണികളും തന്ത്രങ്ങളും ചതികളുമൊക്കെ അവരുടെ തന്നെ വീഴ്ചയ്ക്കും നാശത്തിനും കാരണമാകും. ദാനിയേൽ 6-ാം അധ്യായം 24-ാം വാക്യം. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിന്റെ കുഴിയിൽ എറിഞ്ഞു.
കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി, അസ്ഥികൾ ഒടിച്ച് നുറുക്കി. മത്തായി 5:11-12 വാക്യങ്ങൾ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സഹനങ്ങളിൽ നമ്മൾ തനിച്ചല്ല. സഹനങ്ങളിലൂടെ കടന്നുപോയ കർത്താവ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. മുറിവും അപമാനവും ഏൽക്കുമ്പോൾ പഴയ നിയമത്തിലെ ജോസഫിന്റെ പ്രത്യാശാവചനങ്ങൾ നമ്മൾ മനസ്സിൽ ഉരുവിടണം. ഉൽപ്പത്തി 50-19-20 വാക്യങ്ങൾ. ജോസഫ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ബാബിലോൺ പ്രവാസത്തിന്റെ കഷ്ടതയിലും പ്രതിസന്ധികളിലുമായിരിക്കാം. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലായിരിക്കാം. വഴികളും പോംവഴികളും അടഞ്ഞ അവസ്ഥയിലായിരിക്കാം. ആത്മാവിൽ ഇരുട്ട് പരത്തുന്ന നിരാശയുടെ കറുത്ത രാത്രിയിലെ കൂരിരുട്ടിലായിരിക്കാം. എല്ലാവരും നിങ്ങളെ കൈവിട്ട അവസ്ഥയിലുമായിരിക്കാം. ഭയപ്പെടേണ്ട. ആയിരിക്കുന്ന അവസ്ഥയിൽ വിശ്വസ്തരും സമർപ്പിതരും സത്യസന്ധരുമായി തുടർന്നാൽ മതി. അപമാനിച്ചവരുടെയും മുറിവേൽപ്പിച്ചവരുടെയും നടുവിൽ ദൈവം നിങ്ങളുടെ അടിസ്ഥാനം ഉറപ്പിക്കും. വിജയത്തിന്റെ പടവുകളിലേക്ക് സർവശക്തൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും. ശത്രുക്കളെ നിങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരും നിരായുധരുമാക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. 1 പത്രോസ് 5:6 വാക്യം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. ഈ വചനങ്ങളാൽ ദൈവം നമുക്ക് ബലവും ശക്തിയും പ്രത്യാശയും നൽകട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.